ഇക്ക എങ്ങോട്ടാ യാത്ര? ഇന്നത്തെ യാത്ര എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് തമിഴ്നാട്ടിൽ. ഇത് റിസോർട്ടെന്നോ ഹോം സ്റ്റേ എന്നോ അല്ലെങ്കിൽ ഫാം ഹൗസ് എന്നൊക്കെ വിളിക്കാം. പക്ഷേ കൂൾ ആൻഡ് കാമായിട്ടുള്ള ഏരിയ ആണ്. നല്ല രസമാണ്, ഭയങ്കര നല്ല വ്യൂസാണ്. അതായത് ചെങ്കോട്ട തെങ്കാശി ജില്ലയുടെ ഏകദേശം ഭാഗങ്ങളെല്ലാം അവിടെ നിന്ന് കാണാം. കൂൾ ആൻഡ് കാമായിട്ടുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടെ ചെന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് വരെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവിടുത്തെ എല്ലാ കാഴ്ചകളും നിങ്ങളെ ഞാൻ കാണും. അപ്പോൾ നമ്മൾ പോവുകയാണ്, മേക്കരയ്ക്ക് പോവുകയാണ്. കൊളത്തൂപ്പുഴ വഴിയാണ് നമ്മൾ അഞ്ചലിൽ നിന്ന് പോകുമ്പോൾ കൊളത്തൂപ്പുഴ വഴിയാണ് നമ്മൾ മേക്കരയ്ക്ക് പോകാൻ പറ്റുന്നത്. മേക്കരയ്ക്ക് പോകുമ്പോഴത്തേക്ക് കൊളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ്, പുളിയറ, ചെങ്കോട്ട, മേക്കരയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് പാലോട് വഴി കൊളത്തൂപ്പുഴ പോയി കൊളത്തൂപ്പുഴയിൽ നിന്ന് ഈ പറഞ്ഞ വഴി പോകും. അല്ലെങ്കിൽ പുല്ലൂർ വഴി വരുന്നവർക്ക് പുല്ലൂരിൽ നിന്ന് തെന്മല വന്നിട്ട് തെന്മല ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി പോകാം. അല്ലെങ്കിൽ കാനനപാതയുണ്ട്, കാനനപാത തിരഞ്ഞെടുക്കാം. കാനനപാത പുനലൂർ അരിമുക്ക് വഴി പോകാം. നല്ല രസമുള്ള ഒരു ഇതാണ്, എല്ലാം ഫുൾ വനം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാം. ഇത് തെന്മല തന്നെയുള്ള സെൻകുറിണി ഇക്കോ ടൂറിസ്റ്റിന്റെ കീഴിലുള്ള കുട്ടവഞ്ചി സഫാരിയാണ്. അവിടെ ബോട്ടിംഗും ഉണ്ട്. നല്ല എർത്തിടാവും, നല്ല വ്യൂസ് ആണ്. ഇനി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോട്ടിങ്ങിന് പോകുന്നവർക്ക് പോകാം. ഇവിടെ ഇതിപ്പോ തെന്മല അവിടുന്ന് അടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ തെന്മല ഡാമുണ്ട്. തെന്മല ഡാമിലും ഒരുപാട് ദൃശ്യങ്ങൾ കാണാനാവും. തെന്മല ഡാമിൽ നമുക്കൊരു മണിക്കൂർ 2 മണിക്കൂറോളം ചെലവഴിക്കാം. തെന്മല ഡാം കഴിഞ്ഞ് വരുന്നത് നമ്മൾ 13 കണ്ടറപ്പാലത്തിലേക്കാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് 13 കണ്ടറപ്പാലം. 13 കണ്ടറപ്പാലത്ത് നമുക്ക് നോക്കാം, ഒരുപാട് ദൃശ്യങ്ങൾ. അതിന്റെ മുകളിൽ കയറാം, മുമ്പൊന്നും അനുമതി ഇല്ലാതെ ഇപ്പൊ മുകളിൽ കയറാം. അതുപോലെ പുനലൂരിൽ നിന്നും ചെങ്കോട്ടയ്ക്ക് പോകുന്ന ട്രെയിൻ റൂട്ട് 13 കണ്ടറപ്പാലത്തിലാണ്. 1990 ഉണ്ടാക്കിയതാണ് 13 കണ്ടറപ്പാലം. ബ്രിട്ടീഷുകാര് സുർക്കി മിശ്രിതം ഉപയോഗിച്ചുണ്ടാക്കിയാണ്. അത് തകർക്കാനാകാത്ത അത്രയും ബലമുള്ളതാണ്. 13 കണ്ടറപ്പാലത്തിൽ ഒരുപാട് കഥകളും 13 കണ്ടറപ്പാലത്തിനെ പറ്റിയുണ്ട്. അത് 13 കണ്ടറപ്പാലം കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് പാലരുവിയിലേക്കാണ്. പാലരുവി ഈ വാട്ടർഫാൾസ് ഇപ്പോൾ സാധാരണ സമയങ്ങളിൽ കുറവായിരിക്കും വെള്ളം. പാലരുവി എക്കോ ടൂറിസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആര്യങ്കാവിലേക്ക് വരുമ്പോൾ ആര്യങ്കാവിൽ നമുക്ക് റോസ്മലയിലേക്ക് പോകാം. റോസ്മലയിലും ഒരുപാട് ദൃശ്യങ്ങൾ കാണാനാവും. ഒരുപാട് നല്ല നല്ല രസമുള്ള സ്ഥലമാണ് റോസ്മല. അപ്പൊ റോസ്മല ആ റോഡ് നേരെ പോകുന്നത് നമ്മൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. ഇത് കേരളത്തിന്റെ അതിർത്തിയാണ്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് വരുന്ന പുളിയറ എത്തുന്നവരെ ഉള്ള ദൃശ്യങ്ങൾ ഭയങ്കര രസമാണ്. നമ്മൾ ഇനി ചെങ്കോട്ട എത്തി. ചെങ്കോട്ട ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് തിരിയേണ്ടത്. ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നതാണ് ചെങ്കോലിലേക്ക്. നേരെ പോകുന്നത് ചെങ്കോട്ട. അവിടെ നിന്ന് നമ്മൾ വരുന്നത് അടുത്തത് നമ്മൾ ഈ ചെങ്കോട്ട ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അവിടെ ഒരു റെയിൽവേ ഗേറ്റ് എല്ലാം ഉണ്ട്. ചെങ്കോട്ട എന്ന് വരുമ്പോൾ ഇത് നമ്മൾ ഈ കാണുന്നത് കുശവന്മാരുടെ ഒരു ഗ്രാമമാണ്. ഇവിടെ ഒരുപാട് ചട്ടികൾ കരകൗശല വസ്തുക്കൾ നമുക്ക് വളരെ വിലക്കുറവിൽ 20 രൂപ 30 രൂപയ്ക്ക് കിട്ടും. ഇത് പമ്പൊളി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സിറ്റി. ഇവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ടാണ് പോകുന്നത്. ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, സ്പെഷ്യൽ വട കിട്ടുന്ന ഒരു ഹോട്ടലാണ്. 3 രൂപയ്ക്ക് ഇപ്പോഴും ഉഴുന്നുവട വെക്കുന്നത്, ഉഴുന്നിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു വട. ഭയങ്കര രസമാണ്. നിങ്ങളത് ഒരിക്കലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അവിടെ നിന്ന് പമ്പൊഴി കഴിഞ്ഞാൽ നമുക്ക് പമ്പൊഴി കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ തന്നെ തിരുമലക്കോവിലേക്ക് പോകുന്ന റോഡാണ്. തിരുമലക്കോവിലേക്ക് ഇടത്തോട്ട് പോകുന്നതാണ് തിരുമലക്കോവിൽ. നമുക്ക് പോകേണ്ടത് നേരെയാണ്. തിരുമലക്കോവിലിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തിരുമലക്കോവിലെ പറ്റി കാണാം. അത് മേക്കര ജംഗ്ഷൻ എത്തി. നിങ്ങൾ ഈ കാണുന്നത് മേക്കര ജംഗ്ഷനാണ്. മേക്കര ജംഗ്ഷൻ അവിടെ അത്യാവശ്യം നിങ്ങൾക്ക് അവിടെ താമസിക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ചെറിയൊരു സിറ്റി എന്ന് പറയാം. ഒരു 10-20 കടകൾ മാത്രമുള്ള അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് ഈ ജംഗ്ഷനിൽ മേടിക്കാൻ കിട്ടും. മേക്കര ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പിന്നെ മുകളിലോട്ടാണ് പോകേണ്ടത്. ഇടതോട് വഴികളുണ്ട്. ആ വഴികളിൽ എവിടെയെല്ലാം പോകാം എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ കാണുന്നത് ചെക്ക് പോസ്റ്റ് ആണ്. ഇത് ഇവിടെ തമിഴ്നാട് പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ആണ്. ഈ ചെക്ക് പോസ്റ്റ് കടന്ന് വേണം പോകാൻ. ചെക്ക് പോസ്റ്റിൽ നിങ്ങൾക്ക് പറയാം 4ാമത്തെ വളവിലേക്കാണ് പോകണമെന്നൊന്ന് പറഞ്ഞിട്ട് പോയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ വണ്ടി നിർത്തി ചോദ്യം ചെയ്യും ഇങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ പോകുന്ന വഴികളാണ്, വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഹെയർപിൻ ബെൻഡുകൾ വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. പലപ്പോഴും നിങ്ങൾ ഹോൺ അടിക്കാൻ മറക്കരുത്. കാരണം വെച്ചാൽ വണ്ടികൾ വളരെ സ്പീഡിൽ ഇറങ്ങി വരും. ഇത് നമ്മളിപ്പോ ഈ കടന്നു പോകുന്നത് 4ഉം 5ഉം ഹെയർപിൻ ബെൻഡാണ്. ഇപ്പൊ ഈ കാണുന്നത് നിങ്ങൾ 3ാമത്തെ ഹെയർപിൻ ബെൻഡിൽ നിന്നാണ് മുകളിലോട്ട് പോകുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി എത്താറായി. നമ്മുടെ പ്രോപ്പർട്ടി 4ാമത്തെ ഹെയർപിൻ ബെൻഡിലാണ്.
എയർപിൻ ബെൻഡുകൾ റോഡ് അത്യാവശ്യം വലിയ റോഡുകളാണ്, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴെയാണ്. ഇപ്പോ നമ്മൾ അത് 4ാമത്തെ ഹെയർപിൻ ബെൻഡാണ്. നമ്മൾ പ്രോപ്പർട്ടിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി, ഹിലാൽ സ്റ്റേ എന്ന് പറയാം. ഈ റോഡ് പോകുന്നത്, ഈ റോഡ് മേക്കര അച്ചൻകോവിൽ റോഡാണ്. മേക്കരയിൽ നിന്ന് കയറി വരുന്ന റോഡാണ്. ചെങ്കോട്ട അച്ചൻകോവിൽ റോഡാണ്. ഇതാണ് ഇത് 4ാമത്തെ ഹെയർപിൻ ബെൻഡാണ്. ടോട്ടൽ 17 ഹെയർപിൻ ബെൻഡുണ്ട്. അതിൽ 4ാമത്തെ ഹെയർപിൻ ബെൻഡാണ്. 5ാമത്തെ ഹെയർപിൻ ബെൻഡും നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ്. 6ാമത്തെ ഹെയർപിൻ ബെൻഡും നമ്മുടെ പ്രോപ്പർട്ടി തന്നെ. ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്. താഴെ നിന്ന് വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5ാമത്തെ വളവിൽ പോയിട്ട് നിങ്ങൾക്ക് വണ്ടി തിരിച്ചു വന്നു. നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കണം. നിങ്ങൾ മേക്കര വരികയാണ്, നമ്മുടെ ഈ പ്രോപ്പർട്ടി വരികയാണ്, രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കണം. കാരണം രാവിലെ ഭയങ്കര വൈബാണ്, ഭയങ്കര രസമാണ്. ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കും യോഗ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. രാവിലെ നിങ്ങളെ ഈ വ്യൂ കണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ എഴുന്നേക്കാതിരിക്കും? ശരിക്കും നിങ്ങളിത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ പ്രോപ്പർട്ടിയിലെ മറ്റ് ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മേക്കര ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിൽ താഴോട്ട് വരികയാണ്. ഇടതോട് തിരിഞ്ഞ് പോയാൽ മതി. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം മുതലുണ്ടല്ലോ, ഭയങ്കര രസമുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ചിലവഴിക്കണം. ശരിക്കും കാണേണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ഷൂട്ടിങ്ങുകളെല്ലാം നടന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയാണ്. 1 കിലോമീറ്റർ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് 24 മണിക്കൂർ നല്ല കാറ്റുള്ള സ്ഥലം. ഭയങ്കര രസം. ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ടൊരു ഷൂട്ടിങ്സ് ഉണ്ടാവുന്നുണ്ട്. അത്രയും പ്രകൃതി ഭംഗി, പ്രകൃതി കരിഞ്ഞരിങ്ങിയ ഒരു സ്ഥലമാണ്. പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇവിടെ വന്നിരുന്നാൽ മതി. നെൽപ്പാടങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നെൽപ്പാടങ്ങളെല്ലാം കുട്ടികൾക്ക് നെൽപ്പാടങ്ങൾ കാണണമെങ്കിൽ, നെല്ലെങ്ങനെ ഉണ്ടാകുന്നത് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഏക്കർ കണക്കിന് കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. നമ്മുടെ മനസ്സ് പഞ്ഞി പോലെ മാറുന്നതും മനസ്സിലാവും. നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ഈ തിരക്കേറിയ ജീവിതത്തിലുണ്ടല്ലോ, എവിടെയെന്നല്ല എവിടെയെങ്കിലും ഇത്തരം സ്ഥലങ്ങൾ നിങ്ങൾ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ഒരു 3 മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണം. ഒരു ബ്രേക്ക്, ജീവിതത്തിലൊരു ബ്രേക്ക്. നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യില്ലേ, അതുപോലെ നമ്മളൊന്ന് ബ്രേക്ക് എടുക്കണം. അത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ്. ഇതിന് ശേഷമുള്ള സമയങ്ങളും നിങ്ങൾ കാണുന്നതാണ് മേക്കര ഡാമിൻ്റെ ഈ താഴെ കാണുന്ന വീഡിയോ. ഞാൻ മുമ്പ് എടുത്തൊരു വീഡിയോയാണ്, നിങ്ങളുടെ അറിവിലേക്ക് കിട്ടുന്നുള്ളൂ. നല്ല ശരിക്കും ഈ വർഷകാലത്ത് ഈ ഡാമിൻ്റെ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയും ഭംഗിയാണ് മേക്കര ഡാം കാണാൻ. ഡാമിൽ വന്ന് കുറച്ച് നേരം ഇരിക്കണം. നല്ലൊരു ഒരുപാട് ദൃശ്യങ്ങൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇത് മേക്കര ഡാമിൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. മേക്കര ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഭയങ്കര ഒരു വ്യൂ ആണ് എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ഭയങ്കര രസമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാത്തതാണ്. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ താഴെ ഉള്ളൂ. വരുന്ന വഴിക്കാണ് ഞാൻ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളെല്ലാം വരുന്ന വഴിക്കാണ്, ഈ ഡാമിലേക്ക് വരുന്ന വഴിക്കാണ്. ഇവിടെ വന്നാലും ഒരു ശബ്ദ മലിനീകരണമോ വായു മലിനീകരണമോ, ഒരു ശുദ്ധമായ വായു. നിങ്ങളൊരു 3 ദിവസം വന്ന് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഇതെല്ലാം സമാധാനമായിട്ട് ഒന്ന് ഓടിപ്പോകാതെ സമാധാനമായിട്ട് മേക്കര ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഭയങ്കര രസമാണ്. ഇത് മേക്കര ഔട്ടർ ഡാമിൻ്റെ പുറത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ആ റോഡ് കുറച്ചുകൂടി നേരെ വന്നാൽ നമുക്ക് ഡാമിൻ്റെ പുറത്തിറങ്ങാം. ആരും വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ ശ്രമിക്കരുത്, വളരെ അപകടമുള്ള മേഖലയാണിത്. ഇത് ഡാമിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ്. ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് എടുത്തിട്ട് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്, എന്നാലും ക്ഷമിക്കുക. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു മുഴുവൻ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഡാമിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും എടുക്കാം. നിങ്ങൾ പോകുമ്പോഴും ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ്. ഈ മേക്കര ആ മലനിരകൾ മുഴുവൻ, ആ കാണുന്ന മലനിരകൾക്കപ്പുറം കേരളമാണ്.
വയലേലുകളും ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങളത് സമയം എടുത്ത് വേണം ഇവിടെ വന്നിരുന്ന് ഇവിടെ വരാനും നിൽക്കാനും. ഓടിപ്പോകാൻ ശ്രമിക്കാതിരിക്കുക. നമ്മളിനി തിരിച്ച് പോവുകയാണ്. നമ്മൾ മേഖലയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആ കണ്ടതെല്ലാം ഉഴുന്നിൻ്റെ പാടങ്ങൾ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ പോകുന്നത് എരുമച്ചാവടി വാട്ടർഫാൾസ് എന്ന് പറയും. അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ കാണിക്കില്ല. ഈ വരുന്ന വഴി ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന ലെഫ്റ്റോട്ട് തിരിയുന്നതാണ് എരുമച്ചാവടി വാട്ടർഫാൾസ്. ഇപ്പം ഞാൻ പോകുന്നില്ല. അത് മാത്രമല്ല, റോഡ് കുറച്ച് മോശമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മൺസൂൺ മഴക്കാല സമയങ്ങളിൽ നിങ്ങൾ അവിടെ പോകണം. അവിടെ നല്ല തിരക്കുണ്ടാവും, വണ്ടികളെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടാവും. നമ്മളിനി ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിക്കാറായി. നമ്മൾ തിരിച്ചു വന്നു. ഇനി നമുക്ക് രാത്രിയിൽ ഭയങ്കര വ്യൂ ആണ്. രാത്രി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ രാത്രിയിൽ ദൃശ്യം കാണിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിരിക്കില്ല, മൊബൈലിൽ അത്ര ക്ലിയർ ആയിരിക്കില്ല, ക്യാമറയിലും അത്ര ക്ലിയർ ആയിരിക്കില്ല. പക്ഷേ നമുക്ക് ഭയങ്കര രസമാണ്. രാത്രി ഭയങ്കര വൈബായിരിക്കും. ഇവിടെ നിന്നുള്ള നമ്മുടെ കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെങ്കാശി ജില്ലയുടെ പകുതിയോളം നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാനാവും. രാത്രിയിൽ നമ്മുടെ മൂന്നാമത്തെ ദിവസം പുലർച്ചെയാണ്. മോർണിംഗ് വ്യൂ ഭയങ്കര രസമാണ്. നിങ്ങൾ എഴുന്നേക്കാൻ എന്തായാലും ശ്രമിക്കണം. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കെല്ലാം വളരെ നല്ലതാണ്. അതുപോലെ എക്സസൈസ്, യോഗ ഒക്കെ ചെയ്യാൻ ഇവിടെ വന്നിട്ട് ചെയ്യാം. ഒരു 3 ദിവസം നമ്മൾ പോകുന്നതല്ലേ, 3 ദിവസം. അതുപോലെ തന്നെ KSRTC നിങ്ങൾ വരുന്ന ദൃശ്യങ്ങൾ കാണും. KSRTC രാവിലെ 6:30 നമ്മൾ പുനലൂരിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 4 പ്രാവശ്യം KSRTC വന്നു പോകും. KSRTC ബസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ തിരുമലക്കോവിലോട്ട് പോവുകയാണ്. ഭയങ്കര രസമാണ്. എൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല റോഡുമാണ്. എൻ്റെ പണ്ടൊക്കെ നമുക്ക് നടന്ന് കയറി പോകണമായിരുന്നു. 1000 ചില്ലോനം പടികളുണ്ട്, പളനിയിലെ മാതിരി. അപ്പോൾ ഇപ്പോൾ റോഡ് നല്ല വാഹന സൗകര്യമുണ്ട്. അങ്ങ് എത്തുന്നവരെ നമുക്ക് അതിൻ്റെ തൊട്ടരികിലും വാഹനം എത്തും. ആ കാണുന്നതാണ് തിരുമലക്കോവിൽ. ഒരു 50 രൂപ യൂസേഴ്സ് ഫീസ് ഉണ്ട്. അത് മാത്രം കൊടുത്താൽ മതി. കൊടുത്താൽ കയറി പോവാം. ഇത് നമ്മൾ തിരുമലക്കോവിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ആ കവാടമാണ്. ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂസേഴ്സ് ഫീസ് കൊടുക്കേണ്ടത്. യൂസേഴ്സ് ഫീസ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. മറ്റ് വേറെ കടമ്പാളൊന്നുമില്ല. ഇത് നമ്മുടെ തിരുമലക്കോവിലിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ശരിക്കും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ശരിക്കും നിങ്ങൾക്ക് മറക്കാനാകാത്തൊരു അനുഭവമായിരിക്കും. ഞാൻ ഈ പറയുന്നത് അതിശയോക്തിയല്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പ്രോപ്പർട്ടിയിൽ വന്നില്ലെങ്കിൽ പോലും ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് ദർശിക്കണം. നമ്മളെ കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കൊല്ലം നമ്മൾ അഞ്ചലിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ ദൂരമുള്ളൂ. നിങ്ങൾ എവിടെയെല്ലാം വന്നൊന്ന് കണ്ടിരിക്കണം. അത്രയും രസമുള്ള സ്ഥലങ്ങളാണ്. ഇത് നമ്മൾ കാണുന്നത് അതിൻ്റെ മുകളിൽ നിന്നുള്ള കയറി വരുന്ന റോഡിൻ്റെ ദൃശ്യങ്ങളാണ്. ഞാനിതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് വീഡിയോസ് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. നമ്മുടെ മേഖലയിൽ നിന്നല്ല, നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് സുന്ദരപാണ്ഡിപുരം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സുന്ദരപാണ്ഡിപുരം. അതുപോലെ തന്നെ കുറ്റാലം വെള്ളച്ചാട്ടം, കുറ്റാലം വാട്ടർഫാൾസ് ഒരു 12 കിലോമീറ്ററിനകത്തുള്ളൂ. 5 ഫാൾസ് വാട്ടർഫാൾസ്. അതുപോലെ നേരത്തെ പറഞ്ഞ എരുമച്ചാവടി, തെങ്കാശി സിറ്റിയിൽ പോകാൻ വളരെ കുറഞ്ഞ ദൂരമുള്ളൂ. അതുപോലെ തന്നെ ചെങ്കോട്ട ഇതെല്ലാം. തെങ്കാശി സിറ്റി വളരെ പുരാതനമായിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. അതുപോലെ ചെറിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സുരണ്ടൈ, സുന്ദരപാണ്ഡിപുരം പോലെ തന്നെ സുരണ്ടൈ, ഈ സൂര്യകാന്തി പൂക്കൾ എപ്പോഴും 365 ദിവസവും വിരിഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ്. ഈ സ്ഥലങ്ങളെല്ലാം ഈ 3 ദിവസമോ 2 ദിവസമോ നിങ്ങൾക്ക് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. എല്ലാ സ്ഥലങ്ങളും വളരെ ഒരുപാട് ടൂറിസ്റ്റുകളുടെ ബഹളമില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. ഒരുപാട് ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയെല്ലാം നിങ്ങൾ പോകാൻ ശ്രമിക്കുകയും വേണം. ഞാൻ അടുത്ത ഒരു ഇതിൽ വരും നിങ്ങൾക്ക് കാണാം. ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എരുമച്ചാവടി വാട്ടർഫാൾസിൻ്റെ എല്ലാം ഫോട്ടോസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും പോകാനും ശ്രമിച്ചിരിക്കണം. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ശരിക്കും ഒരു 1.5 കിലോമീറ്ററിന് അടുത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. 1.5 കിലോമീറ്റർ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ കേരളമായി. തമിഴ്നാട്ടിലാണെങ്കിലും
പിന്നെ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ കേരളമായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ അടുത്ത് 7 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് കുമ്പാവുരുട്ടി വാട്ടർഫാൾസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അച്ചൻകോവിൽ. നിങ്ങൾക്ക് ഇവിടെ വരാനും 2 ദിവസം സ്റ്റേ ചെയ്യാനും താല്പര്യമുണ്ടോ? വെൽക്കം. ടോട്ടൽ നമുക്ക് വരുന്നത് 4 റൂമാണ്. ഈ മുകളിലത്തെ നിലയിൽ 2 റൂമും, അത് 2 റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. കട്ടിലുണ്ട്, ബെഡുണ്ട്. ബെഡ്ഷീറ്റ് ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. പില്ലോസ് ഉണ്ട്, പില്ലോ കവേഴ്സും ഉണ്ടാവും. താഴത്തെ നിലയിൽ 2 റൂം, അത് 1 റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അവിടെയും കിച്ചണുണ്ട്. മുകളിലും നിങ്ങൾക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും മുകളിലുമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ. ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിൽ വരാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രം ഈടാക്കിക്കൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്താൽ, ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന 3 പേർക്ക് ഓരോ ദിവസത്തെ സ്റ്റേ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പോലും ഇല്ലാതെ 1 ദിവസത്തെ സ്റ്റേ ഞാൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഒരു കാര്യം കേട്ടോ, പ്രധാനപ്പെട്ട കാര്യം, വാടക ഞാൻ നിങ്ങളിൽ നിന്ന് മേടിക്കില്ല. ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രമേ. നിങ്ങൾ വലിയൊരു റിസോർട്ടിൻ്റെ ചാർജ് ചെയ്ത് ഒരുപാട് പൈസയാകും 1 ദിവസത്തിന്, അതൊന്നുമില്ല. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതുപോലെ നിങ്ങൾ 4 ദിവസം തങ്ങുകയാണെങ്കിൽ 1 ദിവസം ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പോലും നിങ്ങളുടെ നിന്ന് എടുക്കില്ല. നിങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് വെച്ചത്. 4 ദിവസം തങ്ങുന്നവർക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പോലും 5ാമത്തെ ദിവസം ഉണ്ടാവില്ല. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളൊരു റിസോർട്ടിൻ്റെ സുഖ സൗകര്യങ്ങൾ, റിസോർട്ടിൻ്റെ ഒരുപാട് റിസോഴ്സുകൾ പ്രതീക്ഷിച്ച് വരരുത്. പരിമിതമായ സൗകര്യങ്ങളുള്ളൂ എന്ന് വെച്ചിട്ട് കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ ഞാൻ വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോയിൽ അടുത്ത വരും. പിന്നെ കുക്കും, പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം, ഹോട്ടലുകൾ, മലയാളി ഹോട്ടലുകൾ താഴെ ഒരുപാടുണ്ട്. ട്രെക്കിങ്ങിന് പോകണമെങ്കിൽ ഇവിടെ ഒരുപാട് ട്രെക്കിങ്ങിന് പോകാനുള്ള സൗകര്യമുണ്ട്. ട്രെക്കിങ്ങിന് പോകാനുള്ള ജീപ്പ്, അതിൻ്റെ ഡ്രൈവർ, അതിലെല്ലാ സൗകര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തരും. ഇതൊക്കെ 4 ദിവസം നിങ്ങൾ പോകുന്ന അറിയില്ല. 4 ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈടാക്കിക്കൊണ്ട് ഒരാളുടെ ഈ വീട് മുഴുവനായിട്ടാണ് തരുന്നത്. ഈ 5 റൂമും 3 ബാത്ത് അറ്റാച്ചും, ഈ എല്ലാ സൗകര്യങ്ങളും അന്നേ ദിവസം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങളെ കൂടാതെ മറ്റാരും ഉണ്ടാകില്ല. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയൊരു സംഖ്യ ഒന്നും അല്ല കേട്ടോ, ചെറിയൊരു സംഖ്യയാണ്. നമ്മൾ ഇന്നത്തെ ഓരോ റിസോർട്ടുകളുടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ വളരെ ചെറുതാണ്. ഞാനിത് ഡിസ്ക്ലോസ് ചെയ്യാത്തത് താല്പര്യമുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഇത്ര ചെറിയ തുകയിൽ നിങ്ങൾക്ക്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ അകത്തെ ദൃശ്യങ്ങളാണ്. വീടിൻ്റെ ഓരോ താഴത്തെ നിലയാണ്. ഇവിടെ 2 റൂമുണ്ട്. നമ്മൾ ഈ കാണുന്ന റൂമും അകത്തെ റൂമും. അത്യാവശ്യം സൗകര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും എല്ലാം ഉണ്ട്. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. കിച്ചൺ സൗകര്യങ്ങളുണ്ട്. പിന്നെ അകത്തൊരു സ്റ്റോർ റൂമുണ്ട്. അവിടെ നമുക്ക് കിടക്കുന്നതിൽ കിടക്കാവുന്നേ ഉള്ളൂ. ഇത് മുകളിലത്തെ നിലയിലാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ ഇവിടെ നിന്നും നല്ല ദൃശ്യങ്ങളാണ് പുറത്തേക്ക് നോക്കുന്നത്. ഇത് വലിയ വിശാലമായ ഒരു ഹാളാണ്. ഇവിടെ ഒരു 10 പേർക്ക് വേണമെങ്കിലും കിടക്കാം. നല്ല പാവിരിച്ച് കിടക്കാം. നല്ല രാത്രി കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഇവിടെ നിന്ന് നോക്കുന്ന ദൃശ്യങ്ങളാണ് ശരിക്കും നിങ്ങൾക്ക് അവിസ്മരണീയമാകുന്നത്. ഇത് ഇവിടുത്തെ നമ്മൾ 2 റൂമാണ്. 2 റൂമിൽ 1 റൂമാണിത്. റൂമിൻ്റെ ദൃശ്യമാണ് ഇത്. അടുത്തൊരു റൂം, 2ാമത്തെ റൂമാണ്. 2ാമത്തെ റൂമും അതുപോലെ തന്നെ ഈ 2 റൂമും ഏകദേശം ഒരുപോലെ തന്നെയാണ് 2 റൂമും ഉള്ളത്. ഇതിലും സൗകര്യങ്ങളെല്ലാം, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. എല്ലാം ഒരു റൂമിന് ഫ്രിഡ്ജില്ല, മറ്റേ റൂമിൽ ഫ്രിഡ്ജില്ല, അങ്ങനെയുള്ളൂ. ഒരുമിച്ച് എടുക്കുന്നവർക്ക് 2 ഫ്രിഡ്ജ് മതിയാവുമല്ലോ. ഇത് അവിടുത്തെ ബാത്റൂമാണ്. ബാത്റൂം അത്യാവശ്യം വൃത്തിയുള്ളതാണ്. ഹാളിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റൂമിൽ നിന്നുള്ള അങ്ങോട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മൾ പിന്നെ മുകളിലൊരു വീടുണ്ട്. അത് പ്രോപ്പർട്ടിയിൽ പെടുന്നതല്ല.